ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പിക്കിൾസ് എല്ലാം ഇഷ്ടമല്ലേ? അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്കിളാണ് മാംഗോ പിക്കിൾ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ ഇട്ടതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെള്ളരി മാങ്ങയാണ് കേട്ടോ ഇത്. നല്ല പുളിയും ഉണ്ട്, എന്നാൽ നല്ല അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണ് വെള്ളരി മാങ്ങ. അപ്പോൾ ആ മാങ്ങയിൽ നിന്ന് 2 മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. വേറെ മാങ്ങ ചെറുതായിട്ട് കണ്ണിമാങ്ങ പരുവായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കിട്ടിയ മാങ്ങയിൽ തന്നെ ഫസ്റ്റിൽ തന്നെ ഈ വർഷത്തെ മാങ്ങ എടുത്ത് ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ അച്ചാറിൻ്റെ പരുവത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി. അതിലേക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി മുളക് പൊടിയും പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുളകേ അരിഞ്ഞിട്ടിട്ടുള്ളൂ. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിന് ആവശ്യത്തിന് ഉപ്പൊന്ന് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ഇത് വെള്ളം ഒഴിക്കാതെ തന്നെ ഉപ്പ് മാത്രം ഇട്ട് കുറച്ച് നേരം വച്ചിരിക്കും. പക്ഷെ ഞാനൊന്ന് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് രാവിലെ വെള്ളം എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു 3-4 മണിക്കൂർ വച്ചിരുന്നാലും മതിയാകും. എന്നിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കുന്നുണ്ട്, പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉലുവ കൂടിപ്പോകണ്ട, എങ്കിൽ ചെറിയതായിട്ട് കയ്പുണ്ടാവും. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ മാത്രം മതിയാകും. ഉലുവയും കടുകും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തു. ഇനി വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇട്ടത്. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇത് 3 കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതിയാകും. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് തിളച്ച് വന്നതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉള്ളവർക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച കടുകും ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ച അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇന്നലെ തലേദിവസം തന്നെ ഇട്ട് വെച്ച മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ച അതിൽ മാങ്ങയിൽ ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയിലും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആവശ്യാനുസരണം കായപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തിള ഒന്ന് തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചൂട് മാറിയിട്ടില്ല, ആ തിള ഒന്ന് മാറിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ. അപ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഊറ്റിക്കോരി വെച്ച അത് മാങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ മാങ്ങ അച്ചാർ റെഡി ആയോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും തോന്നും, ഇതിന് ടേസ്റ്റ് കാണുമോ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മസാലയൊക്കെ മാങ്ങയിലും അല്ലെങ്കിൽ ബാക്കി ഏത് അച്ചാറിലായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചാറിലേക്ക് നമ്മൾ ആ ഒരു ഫ്ലേവറും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഏകദേശം 2 ദിവസം വെക്കണം. എന്നിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഒരു അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ഒത്തിരി ഉണ്ടാക്കുന്നവരാണെങ്കിൽ വിനാഗിരി ചേർക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന്, അപ്പോൾ ഇതൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ തീരുന്നതാണ്. അതുകൊണ്ടാണ് വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു. അതുകൊണ്ട് പിന്നെ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. അപ്പം അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താൽ പെട്ടെന്ന് തന്നെ പൂപ്പലുണ്ടാവും. വെള്ളം ചേർത്ത് അച്ചാർ വയ്ക്കുന്നത് വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ അമ്മയൊക്കെ അച്ചാർ വയ്ക്കുന്നത് വെള്ളം ചേർത്തിട്ടാണ്. അവർ ഈ മുളക് പൊടിയൊന്നും അല്ല ചേർക്കുന്നത്. നല്ല സാധാ മുളക് പൊടി വെള്ളത്തിലിട്ട്, വറ്റൽ മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് അതരച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമേ അങ്ങനെ തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആദ്യമേ ചെയ്ത് ആ ഒരു പഴക്കമുള്ളതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നവർക്ക് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ആ
ടേസ്റ്റ് നമുക്ക് അമ്മ ഉണ്ടാക്കിയ ആ ടേസ്റ്റ് നമുക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ പുരട്ടിയെടുക്കുന്ന രീതിയിലുള്ള അച്ചാറാണ് ഇഷ്ടം കൂടുതൽ. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. എനിക്ക് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന എല്ലാം ടേസ്റ്റാണല്ലേ, അതുകൊണ്ട് അങ്ങനെ. അപ്പം നിങ്ങൾക്ക് വെള്ളമൊന്നും തൊടാതെ ഇങ്ങനെ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുതൽ ഫ്രിഡ്ജിന് പുറത്ത് തന്നെ വിനാഗിരി ഒന്നും ചേർക്കാതെ വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഉപയോഗിക്കാൻ എടുക്കത്തുള്ളൂ. അപ്പം എന്നാണ് മനസ്സിൽ, പിന്നെ കാണുമ്പോൾ കഴിക്കും. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.